കോൺഗ്രസിനെ വെട്ടിലാക്കി നിലമ്പൂരിൽ എം സ്വരാജിന്റെ പൂഴിക്കടകൻ. അന്തരിച്ച മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി പ്രകാശിന്റെ വീട് സന്ദർശിച്ച സ്വരാജ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ അപ്രതീക്ഷിത നീക്കം. 2021 നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചുകൊണ്ടായിരുന്നു അത്. അന്ന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ വി പ്രകാശ് അന്തരിച്ചിരുന്നു. വി പ്രകാശിന്റെ വീട് സന്ദർശിക്കുക മാത്രമായിരുന്നില്ല എം സ്വരാജ് ചെയ്തത്. എതിർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ ഒരു തുള്ളി ചോര പോലും ചിന്താതെ കശാപ്പ് ചെയ്യുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രകാശിന്റെ വീട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് സ്വരാജിന്റെ അപ്രതീക്ഷിത സന്ദർശനം. പ്രകാശിന്റെ വീട് താൻ സന്ദർശിച്ചത് ഒരു തർക്ക വിഷയമാക്കേണ്ടതില്ലെന്നായിരുന്നു സ്വരാജിന്റെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്ത് അവിടെ പോകാത്തത് ചർച്ചയാക്കേണ്ടതില്ലെന്ന് കൂടി സ്വരാജ് പറഞ്ഞതോടെ ഈ വിഷയം മണ്ഡലത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചയായി മാറുകയും ചെയ്തു. അവസാന നിമിഷം കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഒരു സംശയം ജനിപ്പിക്കാൻ ഈ ഒരു വിവാദത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രകാശിന്റെ കുടുംബം വളരെ ഊഷ്മളമായ സ്വീകരണമാണ് സ്വരാജിന് നൽകിയത്. വി പ്രകാശിനോട് ആര്യാടൻ ഷൗക്കത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നത് 2021 തിരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ ചൂണ്ടിക്കാട്ടി കോൺഗ്രസുകാർ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രകാശ് മരിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെയായിരുന്നു എന്ന് PV അൻവറും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ ഇതെല്ലാം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്തായാലും സ്വരാജിന്റെ സന്ദർശനം നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയായി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് സന്ദർശിക്കാത്തത് വലിയ ചർച്ചയാക്കേണ്ടതില്ലെന്ന സ്വരാജിന്റെ നിലപാടിനെ ഒരു വിഭാഗം പ്രശംസിക്കുന്നുമുണ്ട്. വി പ്രകാശ് കോൺഗ്രസിലെ സൗമ്യ മുഖമായിരുന്നുവെന്നും അദ്ദേഹവുമായി വ്യക്തിബന്ധമുണ്ടായിരുന്നു എന്നുമാണ് സ്വരാജ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനമെന്നും സ്വരാജ് വ്യക്തമാക്കുകയുണ്ടായി. രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതി ശരിയല്ലെന്നും സ്വരാജ് വ്യക്തമാക്കി. എന്തായാലും സ്വരാജിന്റെ സന്ദർശനത്തോടെ വെട്ടിലായത് UDF ആണ്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും തന്മയത്വത്തോടുകൂടി ഒഴിഞ്ഞു മാറിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ ഈ വിഷയത്തിൽ മറുപടി പറയുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. വി പ്രകാശിന്റെ തോൽവി ഒരു വേദനയായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂരിലുണ്ട്. അവരുടെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന കനലുകളെ ഊതിക്കത്തിക്കാൻ സ്വരാജിന്റെ സന്ദർശനത്തിന് കഴിഞ്ഞാൽ കോൺഗ്രസ് നേരിടേണ്ടി വരിക വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.